നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി പ്രീമിയം സെഗ്മെൻറ്റിലുണ്ടാവും. പെട്രോളാണോ ഡീസലാണോ 5 സീറ്ററാണോ 7 സീറ്ററാണോ ഇതൊന്നും വിഷയമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി വളരെ വൃത്തിയായിട്ട് വളരെ കണ്ടീഷനോട് കൊണ്ട് നടക്കുക. അതോടൊപ്പം തന്നെ നിയമം പാലിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നേട്ടം, ഒരു വണ്ടി ഭ്രാന്തെന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ വർക്ക് തന്നെയാണ്. ഞാൻ ഇൻറ്റീരിയർ വർക്കാണ്, കാർപ്പൻ്ററാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ടാക്സി ഫീൽഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി അപ്പോൾ നമ്മൾ ഈ ആഴ്ച 2-3 ഓട്ടം വന്നു, അപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ 2 മണിയുണ്ടാകും. നമുക്ക് ചെറിയൊരു നോയ്സ് വ്യത്യാസം അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇത് ഇവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ രാത്രി നാളെയല്ല, ഇന്ന് രാത്രി 2 മണി കഴിഞ്ഞില്ല, ഇന്ന് രാത്രി ഒന്നുകൂടെ എയർപോർട്ടിലേക്ക് വരണം. അതാ പുള്ളിൻ്റെ സൗണ്ടാണ് അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. അമേരിക്കൻ തല തന്നെയാണ് കേട്ടോ. 7-8 പുള്ളി ഒരു സിംഗിൾ ബെൽറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ബെൽറ്റൊക്കെ പക്ക കണ്ടീഷനാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ മാറ്റിയാണ് ബാറ്ററി, AC, അതേപോലെ വണ്ടിൻ്റെ എല്ലാ ഓയിൽ ഭാഗങ്ങളും എല്ലാം കറക്റ്റ്, സർവീസിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ആ വിനീഷ് ഗ്യാരേജിൽ വിനീഷാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവൻ ബെൽറ്റൊന്ന് ഈ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചപ്പോൾ ചെറിയൊരു പിടുത്തം ഓൾട്ടർനേറ്റർ, അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു അത് വേണ്ട, കുറച്ചും കൂടി ഓടിയിട്ടൊന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പറ്റില്ല, അൺടൈമിൽ ഓടുന്ന വണ്ടിയല്ലേ, അത് എന്തായാലും നിങ്ങൾ തന്നെ മാറ്റണ്ട, അത് മാറ്റി വിടുമെന്ന് പറഞ്ഞു. ശരി, നമുക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല, അതിപ്പോൾ തന്നെ മാറ്റിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാത്രി പിന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് മാറ്റി സംഭവം ഇട്ടിട്ടുണ്ട് 1500 രൂപ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നമുക്കൊരു പേടിയില്ല, കാരണം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വെച്ച് ഓടുമ്പോൾ നമുക്ക് വഴിയിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന ഒരു പേടിയാണ്. അപ്പോൾ നേരെ എയർപോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ കുതിരാനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടീ ബ്രേക്കിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ടാവും, അതിലേക്ക് നിന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ.